ചാനൽ. ഇന്ന് വീക്കെൻഡാണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്ത് പോവാണ്. ഇവിടെ നല്ല മഴ പെയ്യാണ് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ തണുപ്പായിരിക്കും, ചിലപ്പോൾ മഴയായിരിക്കും. അപ്പോൾ ഇന്നലെ മുതൽ ഇവിടെ നല്ല മഴയാണ്. ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്ലൈമറ്റ് ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്ത് പോവാണ്. സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ഡെയിലി വ്ളോഗ് പോലെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം ഇന്ന് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് കുറച്ച് സാധനം മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാനുണ്ട്. ഞങ്ങളുടെ നേരത്തെ ഉള്ള താമസ സ്ഥലത്ത് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു. കാരണം അവിടുത്തെ ഓണർ വേറെ സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പുതിയ പ്ലേസ് ആയതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട് കിച്ചണിലൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. സോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മൗണ്ട് ഗ്രാവറ്റ് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറുണ്ട്, ഗോൾഗപ്പ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറാണ്. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പം നമുക്ക് ഒരുപാട് കടയിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും കിട്ടിയില്ല ഇവിടെ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും എന്താ പറയുക, നല്ല വെജിറ്റബിൾസ് ഒന്നും അല്ലായിരുന്നു. സോ ഞങ്ങൾ വേറൊരു ഷോപ്പിലോട്ട് പോവാണ്. നിയറസ്റ്റ് തന്നെ ആയിട്ടുള്ളൊരു പ്ലേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ കിട്ടുമെന്ന് നോക്കാം. മീൻ വാങ്ങാൻ പോവാണ്. കൊഞ്ചാണ്. ഇതിൻ്റെയൊക്കെ സൈസും ഒക്കെ ഇതൊക്കെ ഞണ്ട്, ആന പോലത്തെ കൊഞ്ചൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒക്ടോപസ്, ഇതൊക്കെ ചൈനീസിൻ്റെ ഏരിയ ആണ് കേട്ടോ. അവരുടെ ഫ്രൂട്ട്സും അവരുടെ സൂപ്പർ മാർക്കറ്റ്സും ഒക്കെയാണ് ഇത്. അവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന പ്ലേസ് ആണിത്. സോ നമ്മൾ മീനൊക്കെ വാങ്ങി ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അഗൈൻ ഇവിടെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുകൂടി ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെയുള്ള മെയിനായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ്സാണ് വൂൾസ്വർത്ത്, കോൾസ്, കെ മാർട്ട്, ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും, വെജിറ്റബിൾസും ഗ്രോസറീസും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പം ഇവിടെ വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്ന വീട്, അവിടെ നിന്ന് ഞങ്ങളിപ്പം മാറി ഇപ്പം വേറൊരു സ്ഥലത്തോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഏരിയ, അതായത് നമുക്ക് റൂം, ഹാള്, പിന്നെ നമ്മുടെ ടോയ്ലറ്റ്, വാഷ്റൂം, അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക, പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് ഈ പ്ലേസ്. സോ ഇനി ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ക്ലിയറായിട്ട് വെക്കണം, അതിൻ്റെതായ സ്ഥലത്ത് വെക്കണം. പിന്നെ ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. സോ ഇവിടെ നിറച്ചും കിളികളാണ് കേട്ടോ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ എനിക്ക് തോന്നുന്നു. നല്ലൊരു പ്ലേസാണ്. മുമ്പുണ്ടായിരുന്ന പ്ലേസ് നല്ലതായിരുന്നു. ബട്ട്
ഇതിനെക്കാളും കുറച്ചുകൂടെ എന്താ പറയുക എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എനിക്കിവിടെ തോന്നി. അപ്പം ഇനിയിപ്പോൾ എനിക്കിവിടെ ക്ലീൻ ചെയ്യാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്, പിന്നെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കതൊക്കെ ചെയ്തിട്ട് വരാം. പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഒരു ചായ വെച്ച് കുടിച്ചു കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ കുമ്പളപ്പമാണ്. ശരിക്കും ഞങ്ങളിത് കുമ്പളം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഇല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ടൈമിലാണല്ലോ ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും പിന്നെ ലേറ്റായിപ്പോയി, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നപ്പോഴേക്കും. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ചോറൊന്നും വെച്ച് കഴിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചായ വെച്ചു കഴിച്ചു. ഇപ്പം നമ്മളിപ്പം ഇവിടെ നിന്ന് മാത്രമല്ല, നമ്മളിപ്പം ഏത് കൺട്രീസിൽ പോയാലും, നമ്മുടെ നാട് വിട്ട് നമ്മൾ ഏത് കൺട്രീസിൽ പോയാലും നമ്മുടെ മെയിനായിട്ടുള്ള കൺസേൺ എന്ന് വെച്ചാൽ നമ്മുടെ അക്കോമഡേഷനാണ്. അപ്പം അത് നമുക്ക് എന്താ പറയുക, ശരിക്കും അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് നല്ല സെക്യൂർ ആയിരിക്കണം, നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരിക്കണം, പിന്നെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൺവീനിയൻ്റ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാനിവിടെ വന്നപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പുള്ളി ബാച്ചിലേഴ്സിൻ്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ അവിടെ അവർക്ക് കമ്പനി അക്കോമഡേഷൻ ആയിരുന്നു. ഇത്ര ഒരു മിനിമം എമൗണ്ട് മാത്രം അവർക്ക് പേ ചെയ്താൽ മതിയായിരുന്നു. ബട്ട് ഞാനിവിടെ വന്നപ്പോഴേക്കും നല്ലൊരു അക്കോമഡേഷൻ സെപ്പറേറ്റ് നോക്കി മാറേണ്ടി വന്നു. അപ്പം ഒരുപാട് അക്കോമഡേഷൻസ് സെർച്ച് ചെയ്തു. അങ്ങനെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ റെൻ്റാണ്. ഇവിടെ റെൻറ്റ് ഏകദേശം നല്ല പ്രൈസുണ്ട്, നല്ല റെൻ്റാണ് എല്ലാവരും ഈടാക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് നിൽക്കേണ്ടി വരും. അതായത് കിച്ചണും ബാത്റൂമും ടോയ്ലറ്റും എല്ലാം ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗ്രാനി ഫ്ലാറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫ്ലാറ്റ്സ് അവൈലബിൾ ആണ്. ബട്ട് അത് നല്ല പ്രൈസായിരിക്കും, ഏകദേശം നല്ല പ്രൈസ് തന്നെയായിരിക്കും നമ്മൾ മാർക്കറ്റ് പ്ലേസിലും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ബട്ട് എന്തോ ഒരു ലക്കിലിയാണ് ഞങ്ങൾക്ക് ഈ സ്പേസ് കിട്ടിയത്. എല്ലാം കൊണ്ടും ഇവിടെ ഇപ്പം കൺവീനിയൻ്റ് ആണ്. ലെറ്റ്സ് സീ ഇനിയിപ്പം എന്താണ് മുന്നോട്ടിനി എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഇപ്പം നൗ വി ആർ സോ ഹാപ്പി വിത്ത് ദിസ് പ്ലേസ്. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ. ഇതാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഏരിയ, ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഏരിയ ഇപ്പോൾ ഇതാണ്. സണ്ണി ബാങ്ക് എന്നാണ് പ്ലേസിൻ്റെ പേര്. സോ ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഈവനിങ് ഒരു 7 o'clock ആയപ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രെയിനിൽ കയറി പോവാണ്. ജസ്റ്റ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ കാണാനും ജസ്റ്റ് ട്രെയിനിൽ കയറി നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാനാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ എൻ്റർടൈൻമെൻറ്റ്. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് തിരിച്ച് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. സോ ടാറ്റാ, ഗുഡ് ബൈ.